പോയ കൊല്ലം പിറന്നാളിന്റെ തലേദിവസമാ കൊളപ്പരയുടെ മതിലിടിഞ്ഞു വീണത്. അതുകൊണ്ട് കഴിഞ്ഞ കൊല്ലം മുഴുവനും വീഴ്ച ഉളുക്കുമായിരുന്നു. അതിന്റെ മുമ്പലത്തെ കൊല്ലമാ അറയ്ക്കകത്ത് പാമ്പിനെ കണ്ടത്. അത്തവണ അമ്മണിക്കൊരു കൊത്ത് കിട്ടി. മാലിനി മരിക്കുന്നതിന് മുമ്പത്തെ കൊല്ലം ഇതുപോലെ എന്റെ പിറന്നാളിന്റെ തലേന്ന് 3 തെങ്ങ് ഒന്നിച്ചിടി വീണ് കത്തി. അപ്പോ പശു പ്രസവിച്ച ലക്ഷണം വെച്ച് നോക്കിയാ ഇക്കൊല്ലം ഇവക്ക് എപ്പോഴും കളിയാ. പശു പറഞ്ഞത് എനിക്ക് ഏതാണ്ട് നല്ലത് വരുത്താനാ. ഓ, ഇനി എനിക്കെന്തോന്ന് നല്ലത് വരാൻ? വല്ല നിധിയോ മറ്റോ കിട്ടാനായിരിക്കും. നിധി കിട്ടിയാ പാതി ഞങ്ങൾക്ക് ഇങ്ങ് തരണേ അമ്മേ. ബിന്ദുവിനിപ്പോ കിട്ടിയില്ലേലും കുഴപ്പമില്ല. നിധി കിട്ടുന്നതല്ലേലും അമ്മയ്ക്കൊരു നല്ല ചേഞ്ച് വരാൻ പോണുണ്ട് ഉടനെ തന്നെ. മോനായിട്ട് നേരിട്ട് പറയാൻ വച്ചേക്കുക. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു എന്നറിഞ്ഞാ ചിലപ്പോ പിണങ്ങും പുള്ളി. അതെന്തോന്ന്? അമ്മയുടെ ഇവിടുത്തെ ഈ ഒറ്റയ്ക്കുള്ള അലച്ചിലും ബുദ്ധിമുട്ടും ഒക്കെ ഒന്ന് അവസാനിപ്പിക്കാൻ പോവുക. എനിക്കെന്തോന്ന് അലച്ചില്? അത് കണ്ടു നിൽക്കുന്ന ഞങ്ങൾക്കല്ലേ അറിയാൻ പറ്റൂ. അതിനുള്ള ഹെൽത്ത് ഉണ്ടെങ്കിലും സാരമില്ലായിരുന്നു. എനിക്ക് എന്റെ ആരോഗ്യത്തിനോ ഒരു കുഴപ്പവും ഇല്ല. ബിന്ദുവിനേക്കാൾ ഹെൽത്തിയാ അമ്മ. ഉണ്ടോന്നുള്ളതല്ല, അമ്മയ്ക്കതിന്റെ ആവശ്യമില്ലല്ലോ. അമ്മയുടെ പ്രായത്തിലൊക്കെ പുറത്തുള്ളവർ ചെയ്യുന്ന എന്താണെന്നറിയോ? നല്ല കംഫർട്ടബിൾ ആയിട്ട് എല്ലാ പണിയും ഒതുക്കി അതിനുള്ള സ്ഥലങ്ങളുണ്ട്. പറ്റിയൊരു സെന്റർ നോക്കി അങ്ങോട്ടങ്ങ് മാറും. മെന്റലായിട്ടും ഫിസിക്കലായിട്ടും ഒരേ പ്രായത്തിലുള്ളവരുടെ കമ്പനിയും കൂടി ആകുമ്പോ കാണണം ചിലരൊക്കെ എന്ത് ഹാപ്പിയാണെന്നറിയാവോ. അങ്ങനെ ഒരു സ്ഥലം അമ്മയെ കൊണ്ടുവന്ന് കാണിക്കാൻ പോവുക. എന്നിട്ടൊന്നുമില്ല, അവിടെ ഒരു പണിയില്ല. വെറുതെ ഇരിക്കുക. വെറുതെ ഇരുന്നിട്ട്? വെറുതെ ഇരിക്കാന്ന് പറഞ്ഞാൽ വെറുതെ അങ്ങ് ഇരിക്കുകയല്ല. TV കാണാം, വീഡിയോ കാണാം, പ്രെയർ ഉണ്ട്, എക്സർസൈസ് ഉണ്ട്, സകല ഡെയിലീസും പീരിയോഡിക്കൽസും കിട്ടും. ദിവസവും ഡോക്ടർ വരും, നോക്കും. എത്ര ദൂരെയുള്ള ബന്ധുക്കളായാലും എപ്പോഴും അവരുമായിട്ട് ടച്ചിലിരിക്കാം. വേണേൽ 10 ദിവസം ആരുടെയെങ്കിലും കൂടെ പോയി നിൽക്കണമെന്ന് തോന്നിയാൽ അങ്ങനെ ചെയ്യാം. വീട് പോലെ തന്നെ, പക്ഷേ കുറെ കൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു വീട്. അമ്മ അത്തരം സ്ഥലത്തെ പറ്റി കേട്ടിട്ടുണ്ടോ? സ്വർഗലോകം എന്ന് കേട്ടിട്ടുണ്ട്. അവിടെ ഇതുപോലെ ആർക്കും പ്രത്യേകിച്ച് ഒരു പണിയില്ല. അവിടെ പിന്നെ ആടാം പാടാം അങ്ങനെയും കൂടെയൊക്കെ ഉണ്ട്. അയ്യോ അമ്മ, ഇത് സ്വർഗലോകമല്ല. ഇതിന്റെ പേര് ശരണാലയം. ആ, ശരണാലയം. ഈ ആഴ്ച തന്നെ അമ്മ അവിടെ ഒരു ദിവസം കൊണ്ട് കാണിക്കാൻ ഇരിക്കുവാ ചേട്ടൻ. എന്തിന്? അമ്മയ്ക്ക് ഇഷ്ടപ്പെടുവോന്നറിയാൻ. ഇഷ്ടപ്പെടാതിരിക്കുകയല്ല, ഇഷ്ടമായില്ലേൽ കണ്ടിട്ടിങ്ങ് പോരാ. ഇഷ്ടമായാല് അതൊക്കെ അമ്മയുടെ മോൻ പറയും. അമ്മ പോയെന്ന് കണ്ടു നോക്ക്. അതായത് അമ്മേ, അമ്മയ്ക്ക് വേണമെങ്കിൽ അങ്ങോട്ട് മാറാം, വേണ്ടെങ്കിൽ വേണ്ട. അവിടെ ഒരു സീറ്റ് പറഞ്ഞു വെച്ചിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അമ്മ ഒറ്റയ്ക്ക് ഈ പഴയ വീട്ടില് ശരിയായിട്ടൊരു തുണയും സഹായവും ഇല്ലാതെ നിൽക്കുന്നതിൽ ഞങ്ങൾക്കെല്ലാം സ്വല്പം ടെൻഷനുണ്ട്. അന്ന് തന്നെ ഇതുപോലെ ഒറ്റയ്ക്കൊരു വീട്ടിൽ കഴിഞ്ഞ ഏതോ പ്രായമായ സ്ത്രീയെ ആരോ കൊന്നുവെന്ന് പത്രത്തിൽ കണ്ടിട്ട് ഞങ്ങൾ അവിടെ കിടന്ന് അനുഭവിച്ച ദുരിതം ഓർമ്മയില്ലേ? രാത്രി ഫോൺ വന്നത്. എനിക്കിവിടെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അങ്ങനെ വലിയ ബദ്ധപ്പാടും അധ്വാനവും ഒന്നുമില്ല. അതുണ്ടോന്നറിയണമെങ്കിൽ അമ്മ ആദ്യം സ്വസ്ഥമായിട്ടും സുഖമായിട്ടും ഒന്ന് ഇരുന്ന് നോക്കണമല്ലോ. സത്യത്തിൽ അമ്മയ്ക്ക് ഇപ്പൊ ഇത്രയും പ്രാരാബ്ധങ്ങൾ നോക്കി നടത്തേണ്ട കാര്യമില്ലല്ലോ. ഉണ്ടോ? ഈ പശുക്കളും ആടുകളും കാച്ചിലിനും വളവിടലും തേങ്ങയുടെ കണക്ക് ഞാനിവിടെ ഇല്ലേ പിന്നെ അതൊക്കെ അമ്മയില്ല, പിന്നെ അതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ. അപ്പോഴീ വീട് 4 ദിവസം ജോലി കണ്ടില്ലെങ്കിൽ ചെതല പഴയ തടിയും വെച്ചുമൊക്കെയാ. അത് പിന്നെ നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ഈ പറയുന്ന പോലെ പഴയ വീടാ, എന്നാ ഇരുന്ന് പൊളിയാൻ തുടങ്ങുന്നത് പറയാൻ പറ്റാത്ത അവസ്ഥയാ. തീരെ വീഴുന്നുള്ള സ്റ്റേ എത്തുന്നതിന് മുമ്പ് വേണേൽ ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റിയ അങ്ങനെയും ചെയ്യാവുന്നതേ ഉള്ളൂ. നാരായണൻകുട്ടി ഇത് വല്ലതും കേട്ടായിരുന്നോ? ഇവിടെ നിൽക്കുന്നതിനെ കുറിച്ചൊക്കെയാ ഇവൻ പറയുന്നേ. ഞാൻ ചേട്ടനുമായിട്ട് ഇതെല്ലാം ആലോചിച്ചതാ. ആണോടാ? ഏതാണ്ടെല്ലാം പറഞ്ഞു. അപ്പോ നീയും കൂടെ അറിഞ്ഞോണ്ടാണോ എന്നോട് ഇത് ഒളിച്ചു വെച്ചത് ഇത്രയും നാളും? ബാംഗ്ലൂരിൽ ഫ്ലാറ്റ് വാങ്ങിക്കാൻ മണി കുറെ കാശ് കൊടുത്തിട്ടുണ്ട്. കുറച്ചുകൂടെ കാശ് വേണം. അതിന് ഈ വീട് കൊടുത്താലോ എന്നവൻ എന്നോട് ചോദിച്ചു. അവന്റെ ഷെയറിലാ വീട്. എനിക്കത് ഈ തലയിടാനൊക്കെ ഇല്ല. അങ്ങനെ അങ്ങ് പറഞ്ഞാൽ അത് മുഴുവൻ ശരിയാകില്ല. അമ്മ ഒറ്റയ്ക്ക് ഇവിടെ ഇങ്ങനെ താമസിക്കുന്നത് ശരിയല്ല. ഒന്നുകിൽ നമ്മുടെ ആരുടെയെങ്കിലും കൂടെ വന്ന് നിൽക്കണം. അത് എത്ര പറഞ്ഞാലും കേൾക്കില്ല. അതുകൊണ്ട് കുറെ കൂടെ നോക്കാനും കാണാനും ആളും സൗകര്യമുള്ള സ്ഥലത്തേക്ക് മാറ്റുന്നു. ഇതൊക്കെ ആലോചനയുടെ സ്റ്റേജിൽ ഇരിക്കുന്ന കാര്യങ്ങളാണ്. എല്ലാരും കൂടെ വന്നിരുന്ന് ഡിസ്കസ് ചെയ്താൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ തീരുമാനിക്കാവുന്നതേ ഉള്ളൂ. അതിനാരും തയ്യാറാവുന്നില്ല എന്ന് പറഞ്ഞാ വീടും പറമ്പും ഗോപന്റെ ഷെയറാ. അതെന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇഷ്ടം പോലെ ചെയ്തോണം. അമ്മ അങ്ങനെ ആരുടെയും പ്രത്യേക ഷെയറിലല്ലല്ലോ. അക്കാര്യം മറ്റുള്ളവർ തീരുമാനിച്ചോളൂ. ചേട്ടത്തി എന്താ ഈ ഒരുമാതിരി പെണ്ണുങ്ങളെ പോലെ? ആതുരാലയത്തിൽ ഒരുപാട് രൂപ കൊടുത്ത് മേടിച്ച സീറ്റ് വെറുതെ കളയണ്ട. ബിന്ദുവിന്റെ അമ്മ അച്ഛനൊക്കെ പ്രായമായിരിക്കല്ലേ, അവർക്കാർക്കെങ്കിലും കൊടുത്തേരും അവിടുത്തെ സുഖവും കംഫർട്ട്സും. അമ്മയെ ഞങ്ങൾ കൊണ്ടുപോവാ.
അതിപ്പോ അമ്മ എന്റെ കൂടെ വരാൻ തയ്യാറാണെങ്കിൽ വേറെ ആരും അതിനു വേണ്ടി ബുദ്ധിമുട്ടണ്ട. മതി. അമ്മൂമ്മ ജെറിയാട്രിക് സെന്ററിലേക്ക് മാറ്റാൻ പോവാ? ഏയ് ഒന്നുമല്ല, അവിടെ ഡാഡിയും വേണിച്ചേട്ടന്റെ ഫാദറും കൂടെ പറയുന്നു. ഒന്നുമില്ലടാ, അമ്മ നമ്മള് കൊണ്ടുപോവാ. മതി കണ്ടത്, പോയി കിടന്നുറങ്ങ. അയ്യോ മമ്മി, ഒരു സ്വല്പം കൂടി വിളിച്ചു. ഓൾമോസ്റ്റ് ഓവർ. വേണ്ടെന്ന് പറഞ്ഞില്ലേ? മെറ്റീരിയലായിട്ട് ചിന്തിക്കുമ്പോൾ ഗോവന്റെ ആംഗിളിൽ നിന്ന് ഇതൊരു ഡെഡ് ഇൻവെസ്റ്റ്മെന്റാ. ആ പണം കുറെ കൂടെ ബെനിഫിഷ്യലായ രീതി. ബെനിഫിഷ്യൽ എന്ന് ഞാൻ പറയുമ്പോൾ കുറെയൊക്കെ പ്രാക്ടിക്കൽ എന്നുകൂടി അർത്ഥമെടുത്തോണം. ഇപ്പോ 3-4 ലക്ഷം രൂപ ഈ നാട്ടിൽ കിടക്കുന്നതും ബാംഗ്ലൂർ പോലൊരു സിറ്റിയിൽ കിടക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അതെല്ലാം നമുക്ക് പറയാനൊക്കെയല്ല. അളിയൻ ഈ മെറ്റീരിയലും ഇമ്മെറ്റീരിയലും ഒക്കെ മനസ്സിലാവും. ഈ വീടും അമ്മയും തമ്മിലുള്ള ബന്ധം അറിഞ്ഞൂടാ. അളിയൻ പോയി കിടന്ന് ഉറങ്ങ്. ഞാൻ വെളുപ്പാങ്കാലത്തങ്ങ് പോവും. രാവിലെ ചെറൽക്കുന്നിൽ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ട്. കാലത്തെ കണ്ട് യാത്ര പറയാൻ കഴിഞ്ഞെന്ന് വരികയില്ല. ഈ മുറി കിടന്ന് ചാകണം. ചത്തു കഴിഞ്ഞിട്ടും ഈ കട്ടിലെ കുറച്ചു നേരം ഒന്ന് കിടക്കണം. ഈ പറമ്പിൽ തന്നെ ദഹിപ്പിക്കണം. ഇങ്ങനെ 3 ആശയുണ്ട് എനിക്ക്. അമ്മയുടെ ആശ പോലെ എല്ലാം നടക്കും. ലൈറ്റ് അണച്ചേക്കട്ടെ അമ്മേ. ആ, അവൻ ഇത് മനസ്സിനെന്തോ ചാഞ്ചല്യം കേറിയതാ. പക്ഷെ അവൻ ഉദ്ദേശിക്കുന്നത് പോലല്ല. അവൻ ഇവിടം അങ്ങനെ അങ്ങ് വിൽക്കാനൊന്നും ഒക്കത്തില്ല. അവനെക്കാട്ടി കേമന്മാരായിട്ടുള്ള പലരും ഇരിക്കുന്ന മണ്ണാ ഇത്. അവര് വിട്ടുകൊടുക്കത്തില്ല. ഞാൻ വിട്ടുകൊടുത്താലും. കുട്ടികളുടെ പഠിത്തം എന്ന് പറയുന്ന ഒരൊറ്റ പോയിന്റ് എനിക്കിതിൽ മനസ്സിലാവുന്നതായിട്ടുള്ളൂ. അത് നിങ്ങളുടെ ഒരു ആവശ്യം തന്നെ, സമ്മതിച്ചു. മറ്റേ പറയുന്നൊക്കെ വെറും ബുൾഷിറ്റാ. ചേച്ചിക്ക് എങ്ങനെ തോന്നും? ഇവിടെ ഇരുന്ന് നോക്കുമ്പോ എന്താ കുഴപ്പം? 2 പേരും ഗൾഫിൽ കാശുമായിരുന്നു. ഞങ്ങൾക്കറിയാം അവിടെ ഞങ്ങളുടെ ടെൻഷനും പേടി. എപ്പോഴാ അവിടുന്ന് പൊയ്ക്കോളാൻ പറയുന്നതെന്ന് അറിയാതെയാ ഓരോ ദിവസവും എണ്ണി വിടുന്നത്. ഇപ്പോഴെന്തെങ്കിലും ഉണ്ടാക്കിയിട്ടാ വരുമ്പോ അതെങ്കിലും കാണും. അയ്യോ, അതിലെന്തെങ്കിലും ജലസ്യോ പ്രശ്നമോ എന്നുള്ളതുകൊണ്ട് പറയുന്നതല്ല. അങ്ങനൊന്നും പറഞ്ഞാളല്ലേ. ഉള്ളത് പറഞ്ഞാൽ നമ്മൾ ആരും ഇവിടെ ഒന്ന് സെറ്റിൽ ചെയ്യാനൊന്നും പോകുന്നില്ല. എത്ര ആലോചിച്ചാലും എന്നായാലും ഒരു ദിവസം നമുക്കിത് വിൽക്കേണ്ടി വരും. തെളിച്ചു പറഞ്ഞാൽ അമ്മയുടെ കാലം വരെ. അങ്ങനെയൊന്നും തന്നെ വെച്ചോ. അത് കഴിയുമ്പോ നമുക്കിത് ഇവിടെ ഇങ്ങനെ ഇട്ടോണ്ടിരിക്കാൻ പറ്റാതാവുമല്ലോ. ആവും. പക്ഷെ അതുവരെ ഒന്ന് ക്ഷമിക്കായിരുന്നു. അപ്പോൾ അളിയോ, ഞാൻ ഇറങ്ങായി. പോയില്ലായിരുന്നോ? രാത്രി യാത്ര പറച്ചിലൊക്കെ കഴിഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു കിടന്നുറങ്ങിപ്പോയി. സാധാരണ ആരും വിളിക്കാതെ വെളുപ്പിന് എഴുതിക്കാറുള്ളതാ. ഇന്നലെ നടന്നില്ല. വേണു വേണു അപ്പോ ആ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മീറ്റിംഗ് അതാണ്. അതിനിപ്പോ എന്തോ ചെയ്യുമെന്ന്. അങ്ങ് എന്നിട്ട് നോക്കാം. നീ വരുന്നില്ലല്ലോ? ഇല്ല, ഞാൻ ഒരാഴ്ച കഴിഞ്ഞ് വന്നോളാം. അമ്മയെ വിളിക്കേ. ഞാൻ ഇറങ്ങാന്ന് പറയും. പിന്നെ മുറിയിൽ എന്റെ ബാഗ് ഇരിപ്പുണ്ട്, അതെടുത്ത് ആ കാറിൽ കൊണ്ട് വെക്കേ. അമ്മൂമ്മേ, അമ്മൂമ്മയുടെ ഞാൻ കണ്ടില്ല. അപ്പുറത്തൊന്നും ഇല്ലേ? ഇല്ല. അമ്മേ, അമ്മയെ കണ്ടോ ചേച്ചി? ഇല്ല. അപ്പുറത്തൊന്നും കാണുന്നില്ല.
അമ്മേ 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 നീ ഓടിച്ചെന്ന് കുറച്ച് പച്ചവെള്ളം എടുത്തോണ്ട് വാ. അമ്മ ഇവിടെ ഉണ്ടെന്ന് അവരോട് പറ. ഒരു ഏച്ചിച്ചാരും കൂടെ കൊണ്ടുവരാൻ പറ. അമ്മേ ഇത് ഞാൻ അംബിക. അമ്മേ അമ്മേ എണീക്കണ്ട. അമ്മ ഇരുന്നോ? ഇല്ല, സാരമില്ല. എനിക്കിവിടെ വന്നപ്പോ ഒരു തലചുറ്റൽ പോലെ. അമ്മ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് പോകുന്നത്? ഇടയ്ക്കിടയ്ക്ക് വരുന്നത് പോലെ ചുമ്മാ വന്നതാ. എന്റെ കാര്യങ്ങൾ ഞാൻ അങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരുന്നപ്പോ നാരായണൻകുട്ടിയുടെ അച്ഛന്റെ ശബ്ദം ഞാൻ കേട്ടു. ആളും നേരെ മുമ്പിൽ വന്നു നിന്ന പോലെ എനിക്ക് തോന്നി. പിന്നൊന്നും ഓർമ്മയില്ല. ചുമ്മാ മനസ്സിന്റെ ഓരോ തോന്നലുകളെ അമ്മ അതൊക്കെ. അങ്ങനെയൊന്നും ആരും വരികയൊന്നുമില്ല. ഇല്ല ഇല്ലെന്നൊക്കെയുള്ള കാര്യം എനിക്കും അറിയാം. വേണ്ട, നടക്കണ്ട നടക്കണ്ട, ഇതേലോട്ട് കിടന്നാട്ടെ. ഓ എനിക്കൊന്നുമില്ല. ഒന്നുമില്ലാതെ എങ്ങനെയാ തലച്ചുറ്റലുണ്ടാവുന്നത്? ഇത് പ്രഷറിന്റെയാ, ഉറപ്പാ. എന്തു പറ്റിയമ്മേ? എനിക്കൊന്നുമില്ലടാ. പതുക്കെ പതുക്കെ. ഏതായാലും അമ്മ ഇപ്പൊ നടക്കണ്ട, ഇങ്ങോട്ട് ഇരിക്കെ. ഇരുന്നാട്ടെ. എന്നെ ഇപ്പൊ ആരും തോളയിൽ എടുക്കണ്ട. അതിനുള്ള സമയമാകുമ്പോ എടുത്താ മതി. അമ്മ ആരും എടുക്കുന്നില്ല, നടന്നു തന്നെ പോവാം. പക്ഷെ ഇപ്പൊ ഒന്ന് ഇരുന്നിട്ട് പോയാ മതി, ഉടനെ നടക്കണ്ട. വേണ്ട, ഇരുന്നാട്ടെ. അമ്മയോട് കിടന്നേ. ഒന്ന് ഇരിക്കുന്നത് നല്ലതാ. സ്വല്പം നേരം ചാരി ഒന്ന് കിടക്കുമ്പോ തന്നെ ആ ക്ഷീണം അങ്ങ് മാറും. ശരാ. ആ കുട്ടിയുടെ എല്ലാം പൊയ്ക്കോളാം. ആരും ഇവിടെ നിക്കണ്ട. അമ്മൂമ്മ അങ്ങ് വരും. അവിടെ പോയി നിന്നേ. ചെല്ല്. ഞാൻ പറയുമ്പോ ആർക്കും അതൊരു വിലയില്ല. അമ്മയ്ക്കൊരു കംപ്ലീറ്റ് ചെക്കപ്പ് ആവശ്യമാണ്. BP, ഷുഗറും ഹാർട്ടും എല്ലാം ഒന്ന് നോക്കിക്കണം. ഇപ്പൊ തന്നെ ഡോക്ടർക്ക് ഒന്ന് ഫോൺ ചെയ്യേ. ഒന്നും വേണ്ട, എല്ലാരും കൂടെ പറഞ്ഞെന്നെ കിടപ്പിലാക്കാതിരുന്നാ മതി. മതി ഇരുന്നത്. ഉറങ്ങാണേലും ഉറങ്ങിക്കോട്ടെ, പറഞ്ഞാ മതി. കിടന്നോണ്ടാട്ടെ. എത്ര നേരമാണെന്ന് വെച്ചാ ചുമ്മാ കണ്ണു അടച്ചോണ്ട് കിടക്കുന്നേ? എന്താ പണിക്കരങ്ങുവാന്നോ? അതെ, ഞാനെന്നാൽ അങ്ങോട്ട് പോയേച്ചു വന്നാട്ടെ. ഓ. എനിക്കൊന്നും പറ്റിയില്ലടി. പിള്ളേര് വെറുതെ വെപ്രാളം കാണിച്ചതാ. എന്നെ കൊണ്ട് സാധ്യമല്ല ഇനി അമ്മയോട് കാര്യം പറയാൻ. അമ്മ ഇങ്ങോട്ട് എന്തെങ്കിലും തീരുമാനം പറയുന്നത് വരെ ഇനി ഈ ടോപ്പിക് എടുത്തിരുന്നത് ചീപ്പാ. ദിവസങ്ങൾ പോകുന്നു. ലീവ് തീരാറായിട്ട് പിന്നെ ഇരുന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പറയുമ്പം എല്ലാരും അത് വേറൊരു സെൻസിലെടുക്കും. നീ ഒന്നും പറയണ്ട. ഞാൻ പറയുന്നില്ല. പക്ഷെ ആരെങ്കിലും ചോദിക്കാതെ എങ്ങനെയാ അമ്മയുടെ തീരുമാനം എന്താണെന്നറിയുന്നേ? അങ്ങനെ ഇപ്പൊ അറിയണ്ടെന്നാ പറഞ്ഞത്. അവിടെ ഇരുന്ന് ഒന്ന് പറയും, ഇവിടെ വരുമ്പോ വേറൊന്ന് പറയും. ഇതാ എനിക്ക് പിടിക്കാത്തത്. എന്താ ഒന്നുമില്ല, പറഞ്ഞത് ഇങ്ങനെ തിരിച്ചെടുത്തു.